ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഷിമിചിത ആൻഡ് ദീപക് ആ കേസ് എല്ലാവർക്കും അറിയാം അല്ലേ? അതിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പോലീസ് പറഞ്ഞിട്ട് തന്നെയാണ് ഷിംജിത ഇത്രയും ദിവസം മാറി നിന്നത്. ശരിക്കും ഇദ്ദേഹം മരിക്കുന്നത് ശനിയാഴ്ച രാത്രിയാണ്. ഞായറാഴ്ച രാവിലെയാണ് എല്ലാവരും ഇത് കാണുന്നത്, ഇദ്ദേഹം മരിച്ച കാര്യം അല്ലേ? ഈ ശരിക്കും ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കൂടി സമൂഹ മാധ്യമങ്ങളിൽ എല്ലായിടത്തും വൈറലായപ്പോൾ ഇദ്ദേഹം ശനിയാഴ്ച രാത്രി തൂങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞായറാഴ്ച അറിഞ്ഞു. തിങ്കളാഴ്ച ഷിംജിതനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ഈ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ തിങ്കളാഴ്ചയാണ് പിടിച്ചു വാങ്ങുന്നത്. അപ്പോൾ തന്നെ ഇതിൽ നിന്നും 7 വീഡിയോസ് ഉള്ളതിൽ കുറച്ചൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് പോലീസിൽ. പക്ഷെ അത് പോലീസ് റിക്കവർ ചെയ്യും എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ പറയുന്നത് പോലീസിന് ഈ ഷിംജിതനെ ഇപ്പൊ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ജാമ്യം എന്തായാലും ഉറപ്പാണ് ഷിംജിതയ്ക്ക്. കാരണം എന്താണ്, കസ്റ്റഡിയിൽ വേണ്ട, അവർക്ക് പോലീസിന് വേണ്ട കസ്റ്റഡിയിൽ. അതാണ് പോലീസ് പറയുന്നത്. റിമാൻഡിലായിരുന്നു അല്ലേ ഷിംജിത ഇത്രയും ദിവസം. ഇന്നാണ് ജാമ്യം അനുവദിക്കുന്ന ദിവസം. അതെന്തായാലും ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിന് ആവശ്യമില്ല, കസ്റ്റഡിയിൽ ആവശ്യമില്ല. അപ്പൊ എന്തായാലും ജാമ്യം ആൾക്ക് കിട്ടിയിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്താം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. ഒരു വോയിസ് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. തിങ്കളാഴ്ച തന്നെ ഈ പ്രതിയിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അവരുടെ മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുക്കുകയും ബന്ധു വീട്ടിലും മറ്റും വീട്ടിൽ നിന്നും മാറി നിന്നോളൂ, പോലീസ് ആവശ്യപ്പെടുമ്പോൾ എത്തിയാൽ മതി എന്ന നിർദ്ദേശം നൽകുകയായിരുന്നു. പിന്നീട് ആ ഒരു തിരക്കഥ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുകയും ചെയ്തത്. ഒളിവിലാണ് അല്ലെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതും അടക്കമുള്ള പലവിധ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും അവർ വടകരയിലെ ബന്ധുവീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. അല്ലേ, കേട്ടല്ലോ അല്ലേ? അപ്പൊ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ബന്ധുവീട്ടിൽ നിന്ന് തന്നെയാണ്. പോലീസ് പറഞ്ഞിട്ട് തന്നെയാണ് ആള് മാറി നിന്നത് എന്നൊക്കെ പറഞ്ഞു. ന്യൂസ് 18 ആണ് ഈ വാർത്ത പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ പോലീസ് പറയുന്നത് ബസ്സിലെ CCTV ദൃശ്യങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഈ ലൈംഗിക അതിക്രമങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ പറയുന്ന ഷിംജിത 7ഓളം വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഈ 7 വീഡിയോസും ഈ പോലീസ് തിങ്കളാഴ്ച ഈ ഫോൺ പിടിച്ചെടുക്കുമ്പോൾ ഈ 7 വീഡിയോയും അതിലില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതിൽ കുറേയൊക്കെ ഡിലീറ്റഡ് ആണ്. പക്ഷെ അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. എന്തായാലും പോലീസ് വിചാരിച്ചാൽ എന്തായാലും റിക്കവർ ചെയ്യാൻ പറ്റും. ഈ ഡിലീറ്റഡ് ആയാലും നമ്മുടെ ഫോണിൽ നിന്ന് എടുക്കാമല്ലോ. പക്ഷേ നമുക്ക് ഫയർ കോപ്പി ആയിരുന്നു ഈ ഷിംജിത കാണിച്ചു തരേണ്ടത്, അല്ലാതെ എഡിറ്റഡ് കോപ്പിയല്ല. ശരിക്കും ഈ ഷിംജിത എന്ന് പറഞ്ഞ സ്ത്രീ പ്രചരിപ്പിച്ചത് എഡിറ്റഡ് ആയിട്ടുള്ള 2 വീഡിയോ കൂട്ടിച്ചേർത്തുകൊണ്ട് എഡിറ്റ് ചെയ്തതാണ് എന്ന് ആളുടെ വായിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനൊരു സംഭവം നടന്നാൽ അതിന്റെ ഫെയർ ആയിട്ടുള്ള കോപ്പിയല്ലേ പ്രചരിപ്പിക്കേണ്ടത്? ശരിക്കും എഡിറ്റഡ് ആയിട്ട് സ്ലോ മോഷനിലൊക്കെ ഇട്ടിട്ടാണോ? അപ്പൊ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണ് സ്ലോ മോഷനിലിട്ട് നമ്മൾ കാണിപ്പിച്ചു തരാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ബാഗും മൊബൈൽ ഫോണും കൊണ്ട് പെട്ടെന്ന് ഈ റോഡിൽ കൂടി പോകുമ്പോൾ ഉണ്ടാകുന്ന ചലനം കൊണ്ട് നമ്മൾ ആ സമയത്ത് ആ ബസ്സിലില്ല അല്ലേ, ചലനം കൊണ്ട് ഉണ്ടാകുന്ന കൈ മോഷൻ, അങ്ങനെ ഒരു ചലനമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ കൈയാണ് ഷിംജിതയുടെ ബ്രസ്റ്റില് സ്പർശിച്ചു, ലൈംഗിക അതിക്രമം നടത്തി എന്ന് പറയുന്നത്. എന്തൊരു നീചമായ വർത്തമാനാണ്. ഒന്ന് നിങ്ങൾ നോക്കി നോക്കൂ, ഒന്ന് കേട്ട് നോക്കി നോക്കൂ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ വീഡിയോ? അവരുടെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ത്രീയെ ശരിക്കും വെറുപ്പ് തോന്നും. ശരിക്കും ചിരിച്ചുകൊണ്ട് ഒരാളുടെ മറ്റൊരാൾ, ഏതോ ഒരു വ്യക്തി, സ്വന്തവും ബന്ധവും ഒന്നുമല്ലാത്ത ഏതോ ഒരു വ്യക്തി ബ്രസ്റ്റുമെ തൊട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് റീൽസ് ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നു ചിരിച്ചുകൊണ്ട്. അതും ബ്രസ്റ്റുമെ തൊടുമ്പോൾ ആൾക്ക് ഭയങ്കര ചിരി, ഒന്നും കൂടി വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ആ മനുഷ്യന്റെ കയ്യിൽ ബാഗും മൊബൈൽ ഫോണും കൊണ്ടാണ് ഈ കൈ പെട്ടെന്ന് ഇങ്ങനെ ആവുന്നത്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നത്, ഒന്നുകൂടി ഒന്ന് ചേർന്ന് നിന്ന് ഒന്നുകൂടി ഒന്ന് അമർത്തി കൊടുത്ത് നിർത്തുകയാണ് ചെയ്തത്. പക്ഷെ ആ വ്യക്തിക്ക് അറിയുന്നില്ല അത് റീലാണെന്ന്. ആ വ്യക്തി നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒന്നും തോന്നുന്നില്ല. കാരണം എന്താണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം എന്നുള്ള ലെവലിലാണ് ആ വ്യക്തി അവിടെ നിൽക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? എന്നിട്ട് ഇപ്പൊ ശനിയാഴ്ച ജാമ്യം കിട്ടി. ഇനി ആനന്ദിക്കാൻ പോവാണ് ആള്, പരിഗണിക്കാൻ പോവാണ് ജാമ്യം. കസ്റ്റഡിയിലെ പോലീസ് ഇനി കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നില്ല എന്ന് പറയുന്നത്. റിമാൻഡിലായിരുന്നല്ലോ ഇത്രയും നാളുണ്ടായിരുന്നത്. അപ്പൊ ചിരിച്ചുകൊണ്ട് റീലെടുക്കുന്ന ഷിംജിതയുടെ മുഖത്ത് ഒരു പേടിയോ ഒരു വിറയലോ ഒന്നുമില്ല. മറ്റൊരു വ്യക്തി നമ്മുടെ മാറിൽ സ്പർശിച്ചാൽ ഉണ്ടാകുന്ന ഒരു വിറയലോ പേടിയോ ഒന്നുമില്ലാതെ വളരെ കൂളായി നിൽക്കുന്നു. അതെങ്ങനെയാണ് അത് കിട്ടിയതെന്ന് അറിയുന്നില്ല. ഈ ലൈംഗികാതിക്രമമൊക്കെ നടക്കുമ്പോൾ എന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് പോലീസുകാരടുത്ത് പറയാൻ നാണമില്ലേ? ലൈംഗികാതിക്രമമാണ്, ചിരിച്ചുകൊണ്ടാണ് ലൈംഗികാതിക്രമത്തിന് നേരിടുന്നതെന്നൊക്കെ പറഞ്ഞ ഈ ഷിംജിത എന്ന് പറയുന്ന വ്യക്തി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്.
ജനപ്രതിനിധിയാണ്, അതും കൂടാതെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, അങ്ങനെ വർക്ക് ചെയ്തുള്ള ആളാണ്. അപ്പൊ ഇത്രയുള്ള ആൾക്ക് പോലീസിൽ പരാതിപ്പെടണം എന്നുള്ളത് നമ്മളാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകതയില്ലല്ലോ. എന്നിട്ട് ഈ ചിരിച്ചു നിൽക്കുന്ന വീഡിയോ എങ്ങനെയാണല്ലേ പോലീസിൽ കൊണ്ടു കൊടുക്കുക? അതും കൂടി ഒന്ന് ശരിക്കും എഡിറ്റ് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ യഥാർത്ഥ വീഡിയോസ് ഫുള്ളായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഫുള്ളായിട്ട് 7 വീഡിയോ ഉണ്ട്, അത് ഡിലീറ്റഡ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ കാണും യഥാർത്ഥ വീഡിയോ? നമ്മൾ എങ്ങനെ കാണും? ഇപ്പൊ ഈ പ്രചരിപ്പിക്കുന്ന വീഡിയോ ഒന്നും യഥാർത്ഥ വീഡിയോ അല്ല. കൃത്യമായിട്ട് ആളുടെ ഫോണിലുണ്ടായിരുന്ന 7 വീഡിയോ എല്ലാവരും കാണേണ്ടതാണ് ശരിക്ക്. ഇനി ഇറങ്ങിപ്പോകുമ്പോൾ ഈ CCTV-യിലൊന്നും ഇവർക്ക് യാതൊരു കുഴപ്പമുള്ളതായിട്ട് കണ്ടിട്ടേ ഇല്ല. രണ്ടുപേരും കൂളായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ പിന്നെ ഇയാൾക്കൊരു സംഭവം ഇയാളും അറിഞ്ഞിട്ടില്ല, പെണ്ണിനും ഒരു കുഴപ്പമില്ല. പക്ഷേ ശരിക്കും ഈ സ്ത്രീയെ 5-8 ദിവസമായി ഒരിരയെ കിട്ടാൻ വേണ്ടി കൽപ്പിച്ചു കൂട്ടി നിൽക്കുകയായിരുന്നു. ഒരു റീലെടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു മനുഷ്യൻ കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടോ, ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ടോ, അവരടുത്ത് പോയി ചാരി നിൽക്കാം എന്നുള്ള ലെവലിൽ നോക്കുമ്പോഴാണ് ദീപക് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പൊ ആള് റീലെടുത്ത് തുടങ്ങി. എന്നിട്ടൊന്ന് മുട്ടി നിന്ന് നോക്കി, പക്ഷെ ദീപക് സമ്മതിക്കുന്നില്ല. വലിയ എന്താ പറയാ, ഒന്ന് ബ്രസ്റ്റ് മുരസുന്നില്ല. അപ്പൊ ആൾ എന്ത് ചെയ്തു, ഒന്നും കൂടി ഒന്ന് സ്റ്റാൻഡാക്കി കൊടുത്തു. സ്റ്റാൻഡാക്കി കൊടുത്തപ്പോ മറ്റേ ആളുടെ ബാഗ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആ ബാലൻസ് ചെയ്യാൻ വേണ്ടി ആളൊന്ന് കൈയൊന്ന് തൊട്ടപ്പോ ഒന്നും മാറില്ല ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ബ്രസ്റ്റിമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പേടിച്ചുകൊണ്ട് ശരിക്കും നമുക്ക് ആ റിയാക്ഷൻ ശരിക്കും വരും, മുഖത്തും ശരീരത്തിലും വരും. അങ്ങനെ റിയാക്ഷനേ വരുന്നില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇതിന് മുന്നേ ഇത്രയും ഒക്കെ കുറെ സംഭവിച്ചിട്ടുണ്ട് എന്നതാണോ ഇതിനർത്ഥം? അതോ അവിടെ സ്പർശിച്ചത് അറിഞ്ഞിട്ടില്ലേ? അല്ല, ഇരുമ്പിന്റെ മൂടി എങ്ങനെയാവും ഇട്ടിട്ടുണ്ടാവുക? അതാ എനിക്ക് തോന്നുന്നത്. സ്പർശനം ആൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. മാറ് ഇങ്ങനെ വെച്ചു കൊടുത്ത് ഒരാളോട് തൊടു എന്ന് പറയണമെങ്കിൽ അവിടെ ഇരുമ്പിന്റെ മൂടി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് ചിരിച്ചു നിൽക്കുന്നത്. എന്നെ തൊട്ടിട്ടുണ്ട്, പക്ഷെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ആള് ചിരിച്ചു നിൽക്കുന്നത് കേട്ടോ. അപ്പൊ റീച്ചും ഷെയറും ലൈക്കും പണവും ഇതൊക്കെ മതി. ശരിക്കും ഞാൻ ഷിംജിത കുറ്റവാളിയാണ് എന്നല്ല പറയുന്നത്. ആൾക്ക് റീച്ച്, പണം, ഷെയർ, ലൈക്ക് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. പക്ഷെ ഇത്രയും മൂർച്ഛിക്കുന്ന ആളും വിചാരിച്ചില്ല. ഏതെങ്കിലും ഒരാളെ കിട്ടാൻ വേണ്ടി ഓരോരോ ബസ്സുകളിൽ കയറിക്കൊണ്ട് നടക്കുക. 2 കാറ്, വലിയ ബംഗ്ലാവ് ഒക്കെയുള്ള ആളാണ് ഈ ഒരു ബസ്സിൽ കയറി ഒരു 5 മിനിറ്റ്സ് യാത്ര. ശരിക്കും അത് 4 കിലോമീറ്ററേ അവിടെ നിന്ന് ഉള്ളൂ. ശരിക്കും ഇവർ യാത്ര ചെയ്യുന്ന സ്ഥലം അത് ശരിക്കും 6 മിനിറ്റ് 7 മിനിറ്റ് യാത്ര ചെയ്യാനുണ്ടാവും. അതിനിടയിൽ ആള് ഈ പറയുന്ന വ്യക്തി ദീപക് മുന്നിലുള്ള സ്ത്രീയെ കുറെ നേരം തട്ടി, പിന്നെ ഷിംജിതാനെ തട്ടി. അപ്പൊ ഷിംജിത 7 വീഡിയോ എടുത്ത് ഇത്രയും നേരത്തിന്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പൊ ശരിക്കും കൽപ്പിച്ചു കൂട്ടി പോയതല്ലേ ഷിംജിത? എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ദാ ജയിലിൽ കിടന്ന് ഓളിട്ട് കരയാണ്, പൊട്ടി പൊട്ടി കരയാണ് എന്നാണ് പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊതുക് കടിയും അതുപോലെ തന്നെ പെൺഗുണ്ടകളും അതുപോലെ പെണ്ണുങ്ങളായിട്ട് കുറെ ആൾക്കാര് ഇങ്ങനെ ഓരോ കുറ്റകൃത്യം ചെയ്തവരായിരിക്കുമല്ലോ, അതിന്റെ ഇടയിലാണ് ആള് കിടക്കുന്നത്. അപ്പൊ ആള് പൊട്ടിക്കരയാണ്. അപ്പൊ ഷിംജിത ഒരു പെൺഗുണ്ട തന്നെയാണ്, അല്ല എന്ന് ആര് പറഞ്ഞു? ഷിംജിത ഇപ്പൊ ആയിത്തീർന്നില്ലേ? ആയിരുന്നില്ല. പ്രൊഫസറൊക്കെ ആയിരുന്ന സമയത്ത് ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു പെൺഗുണ്ട തന്നെയാണ്. പൊട്ടിക്കരയേണ്ട ഒരു ആവശ്യകതയില്ല. ഒരാളെ കൊന്ന വ്യക്തിയാണ്. അവിടെയുള്ളവർ ചിലപ്പോൾ ഒരു പോക്കറ്റ് അടിക്കാരോ അല്ലെങ്കിൽ ഒരു മാലമോഷ്ടാക്കളോ ഒക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളതല്ല ഷിംജിത. നിങ്ങൾ ആരാണ്? കൊന്ന വ്യക്തിയാണ്. അപ്പൊ നിങ്ങളാണ് ശരിക്കുമുള്ള പെൺഗുണ്ട എന്നെനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ മന്ത്രി ഗണേഷ് കുമാർ എന്താ പറഞ്ഞത്? നിങ്ങൾ വീഡിയോ എടുത്തോളൂ, സ്ത്രീകൾ വീഡിയോ എടുത്തോളൂ, പക്ഷേ അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കാനല്ല നിങ്ങൾ എടുക്കേണ്ടത്. പരാതിപ്പെടേണ്ട സ്ഥലത്ത് കൊണ്ടുചെന്ന് സബ്മിറ്റ് ചെയ്യാണ് ചെയ്തത്. ഈ പറയുന്ന ഷിംജിത ഈ സംഭവം നടന്നത് പിന്നെ പരാതിപ്പെട്ടിട്ടേ ഇല്ല. ഈ വ്യക്തി മരിച്ചതിന് ശേഷമാണ് പരാതിപ്പെട്ടത്. അപ്പൊ പിന്നെ നമുക്ക് അറിഞ്ഞൂടെ ഷിംജിത എന്തിനു വേണ്ടിയിട്ടാണ് പരാതിപ്പെട്ടതെന്ന്? ഇങ്ങനെ റീച്ച് കൂട്ട നടക്കുന്ന ഒരു പറ്റം സ്ത്രീകളുണ്ട്. എല്ലാ സ്ത്രീകളും ഇല്ല കേട്ടോ, ഒരു പറ്റം സ്ത്രീകൾ. അവർക്കൊക്കെ ഇതൊരു വാണിംഗ് തന്നെ ആവട്ടെ. ഈ ഷിംജിതയുടെ ജീവിതവും അതുപോലെ ഈ കേസും ഒക്കെ ഒരു വാണിംഗ് തന്നെ ആവട്ടെ. ദീപകിന്റെ അമ്മ പറഞ്ഞ് കരയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിരുന്നില്ലേ? മുത്തേ, നീ ഇല്ലാതെ അമ്മയ്ക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാണ് അമ്മ പറഞ്ഞ് കരയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അമ്മയുടെ കരച്ചിൽ നിങ്ങൾ നോക്കി നോക്കൂ. ഒരാൾക്ക് മറക്കാൻ പറ്റില്ല. ശരിക്കും പഴമക്കാര് പറയില്ലേ ഒരു പഴഞ്ചൊല്ല്, പെണ്ണ് ഒരുമ്പിട്ടാൽ എന്ത് നടക്കും എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഫലവത്തായിരിക്കുന്നത്, അല്ലെ? ദീപകിനോട് എനിക്ക് പറയാനുള്ളത്, ദീപകിനോട് എന്ന് പറഞ്ഞാൽ ദീപക് മരിച്ചിരിക്കുന്നു. ദീപകിനെ പോലെ ഈ ദുർബലരായിട്ടുള്ള കുറെ മനസ്സുള്ള പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത്, സ്വന്തം അമ്മയെയും അച്ഛനെയും അല്ലെങ്കിൽ മക്കളെയും ഭാര്യയെയും ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിക്കണം.
നിങ്ങൾ പോയാൽ അവർക്കുണ്ടാവുന്ന വേദന നിങ്ങളൊന്ന് ആലോചിക്കണം. പുരുഷന്മാര് അത് ആലോചിച്ചിട്ട് വേണം ഇനിയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ. പിന്നെ ഈ ഷിംജിത ഈ പർദ്ദ അണിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. ഈ പർദ്ദ എന്ന് പറയുന്നത് ഇത്രയും വിശുദ്ധമായിട്ടുള്ള ഒരു വസ്ത്രമാണ്. ആ വിശുദ്ധമായിട്ടുള്ള ആ വസ്ത്രം ഇട്ടുകൊണ്ട് ഇത്രയും കുറ്റകൃത്യം ചെയ്തൊരു വ്യക്തി, അതായത് ഈ ആളുടെ ബോഡി കണ്ടില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സിംഗ് ആണ് ആള് നടത്താറുള്ളത്. ഈ ഫോട്ടോയിൽ കാണുന്ന ഡ്രസ്സിങ്ങുകളൊക്കെ നടത്തുന്ന ആളാണ് അദ്ദേഹം. ഈ സ്ത്രീ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും നടത്തുന്ന ആള് ഇത്രയും കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ഈ പർദ്ദയിട്ട് പോകുന്നത് എന്തിനാണ്? മുഖം മറയ്ക്കാനോ? ശരീരം മറയ്ക്കാനോ? എന്തിനാണ്? കുറ്റകൃത്യം ചെയ്തവരുടെ മുഖം ശരിക്കും എല്ലാവരും കാണട്ടെ. മറച്ചു പോകേണ്ട ആവശ്യമില്ല. പർദ്ദയിട്ട്, മക്കനിയിട്ട്, പിന്നെ മാസ്കും ഇട്ട് എന്തിനാണ് ഷിംജിത ഈ വേഷം കെട്ടല്? ഈ ഇൻസ്റ്റാഗ്രാമിൽ മുഴുവൻ ഇതേപോലത്തെ വേഷങ്ങൾ ഇട്ടിട്ട് അതേ വേഷം ഇട്ടുകൊണ്ട് തന്നെയാണ് പോകേണ്ടത്. സ്വന്തം അവരവരുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ കാണിക്കേണ്ടത്. അല്ലാതെ ആ സമയത്ത് മാത്രം പർദ്ദയിട്ട് നടക്കലല്ല വേണ്ടത്. ആ പർദ്ദയെ പോലും അപമാനിക്കുകയാണ് ചെയ്യുന്നത്. നടി പ്രിയങ്ക എല്ലാവർക്കും അറിയാലോ. പ്രിയങ്ക അനൂപിനെ എല്ലാവർക്കും അറിയാം. അത് പറഞ്ഞതാണ് ശരിക്കും ശരി. എന്ന അഭിമാനമുള്ള ഒരു സ്ത്രീയും പുരുഷനെ മുട്ടാൻ പോകില്ല. അങ്ങോട്ട് പോയി നമ്മുടെ ബ്രസ്റ്റ് കൊണ്ട് മുട്ടാൻ പോകില്ല. ഒരു അഭിമാനമുള്ള സ്ത്രീകളും ചെയ്യില്ല. പുരുഷന്മാരെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു 20% സ്ത്രീകൾ നടക്കുന്നു എന്നാണ് ഈ പ്രിയങ്ക പറയുന്നത്. ശരിക്കും ഈ ഷിംജിതയ്ക്ക് വേണമെങ്കിൽ ഒരു മൊട്ടുസൂചി പ്രയോഗം വേണമെങ്കിൽ നടത്താം. ഇങ്ങനെ ലൈംഗിക അതിക്രമം നടന്നു എങ്കിൽ. ഷിംഷിതയുടെ കാര്യമല്ല, വേറെ ഏത് സ്ത്രീകൾക്കാണെങ്കിലും ഇങ്ങനൊരു അതിക്രമം നടക്കുന്നുണ്ടെങ്കിൽ ഉടനെ നമുക്കിങ്ങനെ ഇറിറ്റേഷൻ വരുമ്പോൾ നമ്മൾ ഉടനെ മൊബൈൽ ഫോണാണ് ഓണാക്കുക. അല്ല, നമ്മൾ ഒന്നല്ലെങ്കിൽ അവരെ പ്രതികരിക്കും, ദേഷ്യപ്പെടും അവരുടെ അടുത്ത്, ഷൗട്ട് ചെയ്യും അവരുടെ അടുത്ത്, ഇല്ലേ? നമുക്ക് റിഫ്ലക്ഷൻ വരും, നമ്മുടെ മുഖത്ത് റിഫ്ലക്ഷൻ വരും ഇങ്ങനെ ഓരോ ഭാഗത്ത് ബോഡി പാർട്സിലൊക്കെ തൊട്ടാല്. അല്ലെങ്കിൽ നമുക്ക് മാറി നിൽക്കാൻ കുറച്ച്, അല്ലെങ്കിൽ കണ്ടക്ടറോട് പറയാം, അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളോട് പറയാം, അല്ലെങ്കിൽ അവർക്ക് താക്കീത് കൊടുക്കാം. ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ചെയ്യുക. ആദ്യം പോയിട്ട് ഇങ്ങനെ സെൽഫി എടുത്തുകൊണ്ട് ഇങ്ങനെ എപ്പോൾ കൊടുക്കാം, ആര് വരും കുടുങ്ങാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കല്ല. ഒരു ഇറിറ്റേഷനും ഞാൻ ആ ഫേസിൽ കണ്ടില്ല. ഈ സ്ത്രീയുടെ ഫേസിൽ ഞാൻ ഒന്നും കണ്ടില്ല. സന്തോഷത്തോടു കൂടി പുഞ്ചിരി മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഒരു റിഫ്ലക്ഷനും കണ്ടില്ല അങ്ങനെ തൊടുമ്പോൾ. പിന്നെ എന്താണ് ഇവിടെ അതിക്രമം നടന്നു എന്നാ പറയുന്നത്? ഒരാള് പോലും ആ ബസ്സിൽ ഒരു മനുഷ്യനെ അറിഞ്ഞിട്ടില്ല. ഒരാള് പോലും പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. ആ ബസ്സിൽ ഒറ്റയ്ക്കല്ലല്ലോ യാത്ര ചെയ്തത്. മുന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ സ്ത്രീയെ അപമാനിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ആ സ്ത്രീ വരണം. ബാക്കിൽ ഒരാളുണ്ടായിരുന്നു. അവരും വന്നിട്ടില്ല. എന്ത് കഥയാണിത്? മനസ്സിലാവുന്നില്ല.